ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവജനമേ, ദാ ഈ പുതുവർഷത്തിൽ പരിശുദ്ധാത്മാവ് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമുക്കെല്ലാവർക്കും വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് ഒരു വചനം സമ്മാനിക്കുകയാണ്. സമ്മാന വചനം അതേതാണെന്നറിയണ്ടേ? സാധിക്കുന്ന എല്ലാവരും ബൈബിൾ തുറക്കുക. പഴയ നിയമത്തിലെ ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 43-ാം അധ്യായം വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ്. 43-ാം അധ്യായം 18-ഉം 19-ഉം തിരുവചനങ്ങൾ. ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 43 വേഴ്സ് 18 and 19. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് വായിച്ച് ഈ വചനത്തിൻ്റെ അഭിഷേകം പ്രാപിക്കാം. വചനത്തിൽ ദാ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു: കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. ഇതാ, ഞാനൊരു പുതിയ കാര്യം ചെയ്യുന്നു, അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ? ഞാൻ വിജനദേശത്തൊരു പാതയും മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കും. ഇംഗ്ലീഷിൽ വായിക്കുന്നവർ ഒരുമിച്ച് വായിച്ച് കൃപയിൽ ആയിരിക്കാം. ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 43 വേഴ്സ് 18 and 19. Do not remember the former things or consider the things of old. I am about to do a new thing. Now it springs forth. Do you not perceive it? I will make a way in the wilderness and rivers in the desert. പ്രിയപ്പെട്ടവരെ, ദാ ഈ വർഷത്തിലേക്ക് പരിശുദ്ധാത്മാവ് നൽകുന്ന ഒരു സമ്മാന വചനമാണ്. നമ്മുടെ അനുദിന ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട ഒരു വചനം. എന്താ വചനത്തിൽ പറയുന്നത്? കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. ഈ വചനം ആരോടാ പറയുന്നേ? ഈ സമയം ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരെ ആരോടാ ഇത് പറയുന്നേ? മറ്റുള്ളവരോടല്ല. ഇതാ പറയുന്ന എന്നോടും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരോടും. നിങ്ങൾക്ക് എത്ര പ്രായമുണ്ടെങ്കിലും, എത്ര ജീവിത അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിലും, എത്ര കൈപ്പേറിയ കാര്യങ്ങളാണ് തലയ്ക്കകത്തുള്ളതെങ്കിലും, ഈ വചനം ഇത് ശ്രദ്ധിച്ച് കേട്ട് അനുഗ്രഹം പ്രാപിക്കണം. കഴിഞ്ഞ കാര്യങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. കഴിഞ്ഞ കാര്യങ്ങൾ ഓർക്കണ്ട. പ്രിയപ്പെട്ടവരെ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. നമ്മുടെ അനുദിന ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന പല കാര്യങ്ങളും ഇന്നലകളിലെ കുറേ സംഭവങ്ങളും പല ആളുകൾ പറഞ്ഞതും ഒക്കെ നമ്മുടെ തലയ്ക്കകത്തിരിക്കുക. പരിശുദ്ധാത്മാവ് എന്താ പറയുന്നത്? കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കണ്ട. കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കണ്ട. ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു കുടുംബനാഥനോട് ഈ വിഷയത്തെക്കുറിച്ച് പറയുക. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞകാല അനുഭവങ്ങൾ മുഴുവൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, സഹോദരാ, ഈ കഴിഞ്ഞ കാര്യങ്ങൾ അതിങ്ങനെ ഓർക്കണ്ടെന്നേ, അത് വിട്ടുകളാ. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, എൻ്റെ അച്ഛാ, ഞാൻ എങ്ങനെ വിട്ടുകളയും? എൻ്റെ തലയ്ക്കകത്ത് മുഴുവൻ ഇരിക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിലെ അനുഭവങ്ങളാണ്. കഴിഞ്ഞ കാലങ്ങളിലെ ദുഃഖങ്ങൾ, ഭാരങ്ങൾ എല്ലാം എൻ്റെ തലയ്ക്കകത്തിരിക്കുക. മറ്റൊരു വ്യക്തി എന്നോട് ഇങ്ങനെയാണ് പറഞ്ഞത്, അച്ഛാ, ഞാൻ ഓർക്കണ്ട എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളാണ് കൂടുതൽ ഓർക്കുന്നത്. അല്ലേ? ശ്രദ്ധിച്ച് നോക്കിക്കേ. ഓർക്കണ്ട എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളാണ് വീണ്ടും വീണ്ടും ഓർക്കുന്നത്. അതൊന്നും തന്നെ നല്ല കാര്യങ്ങളുമല്ല, ഒട്ടും തന്നെ നല്ല കാര്യങ്ങളല്ല. ഇപ്പം തന്നെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. നിങ്ങളുടെ ഈ കഴിഞ്ഞ ആളുകളിലെ അനുഭവങ്ങൾ മനസ്സിലൊന്ന് ധ്യാനിക്കുക. നല്ല കാര്യങ്ങളാണോ അതോ ചീത്ത കാര്യങ്ങളാണോ ഓർമ്മയിൽ പെട്ടെന്ന് വരുന്നത്? അതായത് സന്തോഷമുള്ള കാര്യങ്ങളാണോ ദുഃഖകരമായ കാര്യങ്ങളാണോ മനസ്സിൽ തങ്ങി നിൽക്കുന്നത്? ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. ചിന്തിക്കുമ്പോൾ പെട്ടെന്ന് വരുന്ന ഏതാ? ദുഃഖകരമായ കാര്യങ്ങൾ അല്ലേ?
ഒരുപക്ഷെ പ്രിയപ്പെട്ടവരുടെ ചിലരുടെ വേർപാട്, വീട്ടിലുണ്ടായ ചില ദുഃഖങ്ങൾ, ചില വഴക്കുകൾ, ചില ആളുകൾ പറഞ്ഞ സംഭവങ്ങൾ, ചില ആളുകൾ പറഞ്ഞ ചില ഡയലോഗുകൾ എവിടെ ഇരിപ്പുണ്ട്? നമ്മുടെ തലയ്ക്കകത്തിരിപ്പുണ്ട്. നമ്മുടെ ഉള്ളിൽ സന്തോഷകരമായ കാര്യങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷേ ഓർമ്മയിൽ വരുന്നത് ആദ്യം ഏതായിരിക്കും? ദുഃഖം, നിരാശ, കൈപ്പേറിയ അനുഭവങ്ങൾ. ഇത് നമ്മുടെ എല്ലാവരുടെയും മനുഷ്യ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതാ തിരുവചനം പഠിപ്പിക്കുകയാണ്, നീ കഴിഞ്ഞ കാര്യങ്ങൾ ഓർക്കണ്ട, അതിൻ്റെ പുറകെ നടന്ന് നിൻ്റെ ജീവിതം നീ കളയണ്ട. പലപ്പോഴും പല കുടുംബ പ്രശ്നങ്ങളുടെയും കാരണം അന്വേഷിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. അപ്പോഴൊക്കെ അനുഭവപ്പെടുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, ആരെങ്കിലും ഒരാൾ ഈ പഴയ കാര്യം വിട്ട് പുറത്തേക്ക് വരാൻ തയ്യാറാകാതെ മസിൽ പിടിച്ചിരിപ്പുണ്ടാവും, അല്ലേ? ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് 28 വർഷമായിട്ട് വിവാഹം കഴിഞ്ഞ ഭാര്യയും ഭർത്താവും, അവർക്ക് മക്കളായി, കുടുംബം മുമ്പോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ എല്ലാ ദിവസങ്ങളിലും ആ കുടുംബത്തിൽ ഭാര്യ ഭർത്താവ് തമ്മിൽ ഭയങ്കര വഴക്കാണ്. രണ്ടുപേരും 2 മുറിയിലാണ് കിടക്കുന്നത് എന്ന് മാത്രമല്ല, എപ്പോഴും വഴക്കാണ്. അപ്പോൾ ഈ ഭർത്താവിനെ വിളിച്ച് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം, ഈ ഭർത്താവിൻ്റെ ഉള്ളിൽ വിവാഹത്തിൻ്റെ അന്ന്, കല്യാണത്തിൻ്റെ അന്ന് സംഭവിച്ച ചില സംഭവങ്ങൾ ഇയാളുടെ തലയ്ക്കകത്ത് ഇതിങ്ങനെ കിടക്കുവാണ്. വർഷം എത്ര കഴിഞ്ഞു? 28 വർഷം കഴിഞ്ഞു. ഇപ്പോഴും മക്കൾ ഇത്രയായി, ഇപ്പോഴും എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് മുമ്പ് ആ സംഭവം പറഞ്ഞ് വഴക്കടിക്കും. എന്നത്തെ സംഭവമാണ്? 28 വർഷം മുമ്പുള്ള കാര്യം അതിങ്ങനെ പറഞ്ഞ് വഴക്കുണ്ടാക്കും. അപ്പോൾ ഭാര്യ പറയും, എൻ്റെ പൊന്നു മനുഷ്യനെ, നിങ്ങളത് ഉപേക്ഷിക്കാൻ തയ്യാറായില്ലേ? അന്ന് അങ്ങനെ പറഞ്ഞു, അതിലെങ്കിൽ അങ്ങനെ ചെയ്തു, ഇത് എന്തിനാ ഇപ്പോഴിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അന്ന് അങ്ങനെ സംഭവിച്ചു, വിട്ടുകളാ. ഇല്ല, നിൻ്റെ മനസ്സിൽ ഇപ്പോഴും അങ്ങനെയുള്ള ചിന്തകളുണ്ടാവും. നീയാണ് കാരണം. ഭാര്യയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഭർത്താവ് പറയും, നീയാണ് കാരണം. 28 വർഷം മുമ്പുള്ള കാര്യം വചനം പഠിപ്പിക്കുകയാണ്. സന്തോഷത്തോടെ ജീവിക്കാൻ ആഗ്രഹമുണ്ടോ? സമാധാനം വേണോ? കഴിഞ്ഞ കാര്യങ്ങൾ ഓർക്കണ്ട. കഴിഞ്ഞ കാര്യങ്ങൾ അത് ചിക്കിച്ചകയും തോറും അതിൻ്റെ മാലിന്യം, അതിൻ്റെ ദുർഗന്ധം നമ്മളെ അസ്വസ്ഥപ്പെടുത്തും. ഉദാഹരണത്തിന്, നമ്മുടെ വീട്ടിലുള്ള കുറേ മാലിന്യങ്ങളെല്ലാം അടിച്ചു തൂത്ത്, അല്ലെങ്കിൽ ഏതെങ്കിലും ചീഞ്ഞ വസ്തുക്കളെല്ലാം കൂടി നമ്മൾ എന്ത് ചെയ്തു? ഒരു കുഴി ഉണ്ടാക്കി അതിൻ്റെ അകത്തിട്ടു. എന്നിട്ട് പോയിട്ട് വീണ്ടും നമ്മളത് മാന്തുമ്പോൾ എന്ത് സംഭവിക്കും? എന്തെങ്കിലും ഗുണമുണ്ടോ? ഒരു ഗുണവും ഇല്ല. മാലിന്യം അത് വീണ്ടും ദുർഗന്ധം ഉണ്ടാക്കും, അസ്വസ്ഥത ഉണ്ടാക്കും. അത് നമുക്ക് മാത്രമല്ല, ചുറ്റുവട്ടത്തുള്ള എല്ലാവർക്കും. ചിലരുടെ പണി തന്നെ ഇതാണ്. ശ്രദ്ധിച്ചിട്ടില്ലേ? ചില ആളുകളോട് സംസാരിക്കുമ്പോൾ അവരുടെ പണി തന്നെ ഏതാ? ഈ മാലിന്യം ഇങ്ങനെ മാന്തിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ സംഭവങ്ങൾ ഇങ്ങനെ തോണ്ടി പെറുക്കി കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക, പിറുപിറുത്തുകൊണ്ടിരിക്കുക. ഈ നാളുകളിൽ വചനം പഠിപ്പിക്കുന്നൊരു പ്രധാനപ്പെട്ട കാര്യം എന്താ? കഴിഞ്ഞ കാര്യങ്ങൾ ഓർക്കണ്ട, പരിഗണിക്കുക പോലും വേണ്ടെന്നാണ് പറയണേ. എന്താ വചനം പറയുന്നത്? പരിഗണിക്കുകയെ പോലും വേണ്ട. ഓർക്കണ്ടെന്ന് മാത്രമല്ല, നീ അതിനെക്കുറിച്ച് പരിഗണന പോലും വേണ്ട. ചില കാര്യങ്ങൾ നമ്മളിങ്ങനെ പരിഗണിച്ച് വച്ചിരിക്കുക. അതായത്, ഞാൻ ഇന്ന് ഇങ്ങനെയാകാൻ കാരണം ആ സംഭവങ്ങളാണ്. അതിങ്ങനെ പരിഗണിച്ച് വച്ചിരിക്കുക, അല്ലേ? നമ്മുടെ ജീവിതത്തിൽ അതാണ് പ്രധാനപ്പെട്ടത്. അന്ന് അങ്ങനെ ആ വ്യക്തി പറഞ്ഞതുകൊണ്ടല്ലേ ഞാൻ ഇന്നിങ്ങനെ ആയിരിക്കുന്നത്. നാളുകൾക്ക് മുമ്പ്, കൊറോണയ്ക്കൊക്കെ മുമ്പാണ്, ഒരു ചെറുപ്പക്കാരനെ പരിചയപ്പെട്ടതാണ്. ഒരു സെമിനാറിൽ പങ്കെടുക്കുമ്പോഴാണ്. അപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ സ്റ്റേജിൽ പ്രസംഗിക്കുകയാണ്. 3-4 മിനിറ്റ് പ്രസംഗിക്കാൻ സൗകര്യമുള്ളൂ. ഈ ചെറുപ്പക്കാരൻ കയറി 3-4 മിനിറ്റ് പ്രസംഗിച്ചത് മുഴുവൻ അച്ഛന്മാരെക്കുറിച്ചാണ്. അച്ഛന്മാരെക്കുറിച്ച്. ഈ കാലഘട്ടത്തിലല്ല, ഞാനിത് പറയുന്നത് കൊറോണയ്ക്കൊക്കെ മുമ്പാണ്. അച്ഛന്മാരെക്കുറിച്ച് ഈ മനുഷ്യൻ നിന്നുകൊണ്ട് വൈകാരികമായിട്ട് നിശിതമായിട്ട് വിമർശിക്കുകയാണ്. അപ്പോൾ ഈ പ്രസംഗം കഴിഞ്ഞിട്ട് എൻ്റെ അടുക്കലാണ് ഈ മനുഷ്യൻ വന്നിരുന്നത്. വലിയ പ്രായമൊന്നുമില്ല, ഒരു 24 വയസ്സുണ്ടാവും. അപ്പം ഞാൻ ഇദ്ദേഹം
അപ്പോൾ തീ പോലെ പ്രസംഗിച്ചിട്ട് വന്നിരിക്കുക. അച്ഛന്മാർ ശരിയല്ല, അവർ വെള്ളയുടുപ്പിട്ട കുഴിമാടങ്ങളാണ്, അവരൊട്ടും ശരിയല്ല എന്നായിരുന്നു പ്രസംഗ വിഷയം. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ വന്നിരിക്കുകയാണ്. ഞാനപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൈക്ക് പിടിച്ചിട്ട് ചോദിച്ചു, എന്തു പറ്റി? അച്ഛന്മാരോട് എന്താ ഇത്രമാത്രം ദേഷ്യം? ഉടനെ തന്നെ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, എനിക്ക് അച്ഛന്മാർ ഇഷ്ടമല്ല. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്നെ നിങ്ങൾ അറിയുമോ? എനിക്ക് നിങ്ങൾ അറിയത്തില്ല, പക്ഷേ അച്ഛനല്ലേ, ഒരച്ഛനായതുകൊണ്ട് തന്നെ എനിക്കിഷ്ടമല്ല. അപ്പോൾ ഒരു കാര്യം എനിക്ക് ബോധ്യപ്പെട്ടു, ഈ മനുഷ്യൻ്റെ ഉള്ളിൽ വ്യക്തമായ മുറിവുകളുള്ളൊരു മനുഷ്യനാണ്. ആഴത്തിലുള്ള മുറിവുണ്ട്. അച്ഛന്മാരോട് അത്രമാത്രം കലിപ്പാണ്. അപ്പം ഞാൻ ഇദ്ദേഹത്തിന് വേണ്ടി അവിടെ ഇരുന്നുകൊണ്ട് നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന എൻ്റെ കൊന്തയെടുത്ത് ഞാൻ ചെല്ലുവാണ്. കാരണം ഇദ്ദേഹത്തോട് ഇനി സംസാരിച്ചിട്ട് കാര്യമൊന്നുമില്ല. അതേസമയം തന്നെ ആഴത്തിലുള്ള മുറിവ് ഈ മനുഷ്യൻ്റെ ഉള്ളിലുണ്ട്. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ പ്രസംഗമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, അച്ഛൻ എന്നോട് ചോദിച്ചില്ലേ എന്താണ് ഇത്രമാത്രം ദുഃഖമൊന്ന്, ഇത്രമാത്രം അരിശമൊന്ന്? അച്ഛാ, അതിനു മാത്രം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, നമുക്ക് ഈ സെമിനാറിന് ശേഷം സംസാരിക്കാം. ഞങ്ങൾ തമ്മിൽ സംസാരിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം പറയുകയാണ്, അച്ഛാ, ഞാൻ നല്ലൊരു കത്തോലിക്ക കുടുംബത്തിൽ വളർന്ന വ്യക്തിയാണ്. ഇപ്പം ഞാൻ പള്ളിയിൽ പോകാറില്ല, എനിക്ക് അച്ഛന്മാർ ഇഷ്ടമല്ല. ഞാൻ അൾത്താര ശുശ്രൂഷയായിരുന്നു. അങ്ങനെ സന്തോഷത്തോടുകൂടെ ഞാൻ അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന ഒരു കത്തോലിക്ക സ്കൂളിലാണ്. അങ്ങനെ ഇരിക്കെ ഞങ്ങളുടെ പള്ളിയിൽ ഒരു വികാരിച്ചൻ വന്നു, ഭയങ്കര ദേഷ്യക്കാരൻ. ഞാൻ അൾത്താര ശുശ്രൂഷികളുടെ നേതാവായിരുന്നു. ഒരു ദിവസം പരിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തോ കാര്യത്തിന് ഒരു അസ്വസ്ഥതയുണ്ടായി. അച്ഛൻ വിചാരിച്ചു ഞാനാണ് കാരണക്കാരൻ. അന്ന് എന്നെ പബ്ലിക്കായി ദൈവജനത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്തിച്ചു. എന്ന് മാത്രമല്ല, എന്നെ പരസ്യമായി ശകാരിച്ചു, എന്നെക്കൊണ്ട് മാപ്പ് പറയിപ്പിച്ചു. അച്ഛാ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലായിരുന്നു. അന്ന് മുട്ടുകുത്തി നിൽക്കുമ്പോൾ ഞാനൊരു തീരുമാനമെടുത്തു. ഒരു തെറ്റും ചെയ്യാത്ത എന്നെ ശിക്ഷിച്ച ഈ ദേവാലയവും വൈദികരും എനിക്കിനി വേണ്ട. അന്ന് ഞാൻ പടിയിറങ്ങിയതാണ്. പിന്നീട് ഞാൻ ദേവാലയത്തിൽ പോയിട്ടില്ല. എനിക്ക് അച്ഛന്മാരെ കാണുന്നത് അരിശമാണ്, ദേഷ്യമാണ്. അച്ഛനറിയോ, ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കത്തോലിക്ക സ്കൂള്, ഞാൻ അവിടെ വെച്ച് പഠിപ്പ് നിർത്തി. പിന്നീട് ഞാൻ പഠിക്കാൻ പലതും ശ്രമിച്ചു, പക്ഷെ വിജയിച്ചില്ല. എനിക്കിപ്പോൾ 24 വയസ്സ് കഴിഞ്ഞു. എൻ്റെ അവസ്ഥ വളരെ ദുരിതപൂർണമാണ്. അച്ഛനറിയോ, എല്ലാത്തിനും കാരണം അന്നത്തെ ആ സംഭവമാണ്. വർഷങ്ങൾ എത്ര കഴിഞ്ഞെന്നറിയോ? ഇപ്പോഴും ഈ മനുഷ്യൻ എണ്ണിപ്പെറുക്കിക്കൊണ്ടിരിക്കുക. അന്നത്തെ സംഭവം കാരണമാണ് ഞാൻ ഇന്ന് ഇങ്ങനെയാകാൻ കാരണം. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ സംഭവം നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. 24 വയസ്സ് കഴിഞ്ഞ ചെറുപ്പക്കാരൻ, ഈ മനുഷ്യൻ ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവം, അത് കാരണമാണ് ഞാൻ ഇങ്ങനെയാകാൻ കാരണം. ഞാൻ ആ വ്യക്തിയോട് പറഞ്ഞു, സഹോദരാ, സ്വയം ശിക്ഷിക്കരുത്, നല്ലതല്ല. സംഭവം നടന്നു, ശരിയാണ്. അപ്പം ഞാൻ ഈ വ്യക്തി പറഞ്ഞതെല്ലാം വെച്ച് ആലോചിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. അന്ന് ഇദ്ദേഹത്തെ ശിക്ഷിച്ച ആ വൈദികൻ മരിച്ചിട്ട് കുറേ വർഷങ്ങളായി. ഇപ്പോഴും ഈ ചെറുപ്പക്കാരൻ സ്വയം ശിക്ഷിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ ശിക്ഷിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എന്ത് ഗുണം? ആ സംഭവം കഴിഞ്ഞു, അതിൽ നിന്ന് അടുത്ത ഒരു ജീവിത വഴിയിലേക്ക് ഇറങ്ങിത്തിരിക്കണ്ടേ? പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് എന്താ പറയണേ? കഴിഞ്ഞ കാര്യങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. ആ ചെറുപ്പക്കാരൻ പിന്നീട് ഒരു ധ്യാനത്തിൽ വന്ന് പങ്കെടുക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപയിൽ പുത്തൻ അഭിഷേകത്തിലേക്ക് തിരികുകയും ചെയ്തു. എന്നാൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. കഴിഞ്ഞ കുറേ കാലഘട്ടങ്ങളിലെ അനുഭവങ്ങൾ, കൈപ്പേറിയ അനുഭവങ്ങൾ, അത് തലയ്ക്കകത്ത് കൊണ്ട് നടക്കുവാണോ? ചിലരോടൊക്കെ ക്ഷമിക്കാൻ പറ്റാതെ ചിലരോടുള്ള നീരസം ഉള്ളിൽ കൊണ്ട് നടക്കുവാണോ? ഒരുപക്ഷെ ചിലരൊക്കെ പറയും, ഞാൻ ഇന്ന് ഇങ്ങനെയാകാൻ കാരണം ആ സംഭവമാണ്, ആ വ്യക്തിയാണ്, അന്ന് അങ്ങനെ നടന്നതുകൊണ്ടാണ്, അല്ലേ? ചില ആളുകളെക്കുറിച്ചും ചില സംഭവങ്ങളെക്കുറിച്ചും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് എന്തു മെച്ചം? തിരുവചനം പഠിപ്പിക്കുന്നു, കഴിഞ്ഞ കാര്യങ്ങൾ ഓർക്കുകയോ
പരിഗണിക്കുകയോ വേണ്ട. എന്നിട്ടെന്താ അടുത്ത വചനം? ഇതാ. എന്താ പറഞ്ഞിരിക്കുന്നത്? വചനത്തിൽ പറഞ്ഞിരിക്കുക, യെശയ്യാ പ്രവാചകൻ പറയുക ഇതാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ, വെറുതെ എഴുതിയതല്ല, ഇതാ അല്ലേ, നൗ, ഇപ്പോൾ തന്നെ, ഇതാ ഒരു പുതിയ കാര്യം. അങ്ങനെയാണ് വചനം പഠിപ്പിക്കുക. എന്താ വചനം പറയുന്നത്? ഇതാ ഞാനൊരു പുതിയ കാര്യം ചെയ്യുന്നു, അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ? ഒരു പുതിയ കാര്യം, സംതിങ് ന്യൂ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കഴിഞ്ഞ കാര്യങ്ങൾ ഓർത്തുകൊണ്ടിരിക്കാനാണെങ്കിൽ അതിനെ സമയമുള്ളൂ. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ദുഃഖവും കണ്ണുനീരും അനുഭവവും നമുക്കുണ്ടായിട്ടുണ്ട്. ഇനി കഴിഞ്ഞ കാലഘട്ടത്തിൽ അനുഭവത്തിലേക്ക് പോകാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്തു ചെയ്യണം? മുമ്പോട്ട് ജീവിക്കണമെങ്കിൽ വചനം പഠിപ്പിക്കുന്ന വിശ്വസിച്ചു കൊള്ളുക. ഇതാ എപ്പോഴാണ്? കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ ഓർമ്മകളിൽ നിന്ന് നീ പുറത്തു കടക്കുമ്പോൾ ഇതാ നിനക്ക് വേണ്ടി ഒരു പുതിയ കാര്യം, നിനക്ക് വേണ്ടി ഒരു പുതിയ കാര്യം. പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ 15-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ അബ്രാഹത്തെക്കുറിച്ച് വായിക്കുന്നുണ്ട്. 15-ാം അധ്യായം. അബ്രാഹം ദുഃഖിതനാണ്. കാരണം എന്താ? കുഞ്ഞില്ല, വലിയ ഭാരം. അതേസമയം തന്നെ വാഗ്ദാനമുണ്ട്. എന്താണ് വാഗ്ദാനം? നിനക്ക് കുഞ്ഞുങ്ങളുണ്ടാകും. അപ്പോൾ അസ്വസ്ഥനായിട്ട് ഒരു കൂടാരത്തിനുള്ളിൽ ഇരിക്കുകയാണ് ആര്? അബ്രാഹം. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 5-ാം വചനം പറയുന്നു, അവിടുന്ന് അവനെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ആകാശത്തേക്ക് നോക്കുക, ആ കാണുന്ന നക്ഷത്രങ്ങളുടെ എണ്ണം എടുക്കാൻ കഴിയുമോ? നിന്റെ സന്താന പരമ്പരയും അതുപോലെ തന്നെ ആയിരിക്കും. എവിടുന്നാ പുറത്തോട്ട് കൊണ്ടുവന്നേ? ആ കൂടാരത്തിനകത്ത് സങ്കടപ്പെട്ട് കുനിഞ്ഞിരിക്കുന്നവനെ പിടിച്ച് പുറത്തോട്ട് കൊണ്ടുവന്നിട്ട് പറയാ, എടാ നീ എങ്ങോട്ട് നോക്കണം? നീ ആകാശത്തേക്ക് നോക്കണം. നീ ഇങ്ങനെ സങ്കടപ്പെട്ട് നിൻ്റെ ദുഃഖത്തിൻ്റെ കൂടാരത്തിനുള്ളിലിരുന്നാൽ മതിയോ? അല്ലേ? എന്നെ ശ്രദ്ധിക്കുന്നവർ, പ്രിയപ്പെട്ടവരെ, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് വചനം കേൾക്കുന്നുണ്ട്. നിൻ്റെ അവസ്ഥ എത്ര ദുരിതപൂർണമായിക്കൊള്ളട്ടെ, ഒരുപക്ഷെ നീ ചിന്തിക്കുന്നുണ്ടാവും, ആർക്കും എന്നെ വേണ്ട, എന്തിനാണ് എൻ്റെ ജീവിതം, ഇത്രയും പ്രായമായിട്ടും ഞാനൊരു ഭാരമാണോ, ഞാനൊരു പരാജയമാണോ? ഇങ്ങനെ എണ്ണിപ്പെറുക്കി ഇരുന്നാൽ അതിനേ സമയമുള്ളൂ. വചനം അബ്രാഹത്തോട് പറഞ്ഞു, അബ്രാഹമേ, നിനക്ക് ഈ ഭൂമിയിൽ അനുഗ്രഹമായിട്ട് മാറണോ? എന്തു ചെയ്യണം? ഇപ്പോൾ ആയിരിക്കുന്ന ഈ ദുഃഖത്തിൻ്റെ കൂടാരത്തിൽ നിന്ന് നീ പുറത്തേക്ക് വരിക. എന്നിട്ട് എന്തു ചെയ്യണം? നീ ആകാശത്തേക്ക് നോക്കണം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചു, ഇതാ നിനക്ക് വേണ്ടി പുതിയൊരു കാര്യം, അത് മുളയെടുക്കുന്നത് നീ അറിയുന്നില്ലേ? വിത്ത് പൊട്ടി മുളച്ചു വരുന്നത് പോലെ ദാ വിത്ത് പൊട്ടി മുളച്ചു തുടങ്ങി, നീ അത് കാണുന്നില്ലെന്നേ ഉള്ളൂ, പക്ഷേ ഇതറിയുന്നില്ലേ? ചോദ്യമാണ്. നിനക്ക് വേണ്ടി ഒരു പുതിയ കാര്യം ദൈവം ചെയ്യുന്നു. പുതിയ കാര്യം, സംതിങ് ന്യൂ. വെളിപാട് പുസ്തകത്തിൽ അതിൻ്റെ മനോഹരമായൊരു തിരുവചനം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. 21-ാം അധ്യായം, ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു. ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി, കടലും അപ്രത്യക്ഷമായി. പുതിയ ആകാശം, സംതിങ് ന്യൂ. പ്രിയപ്പെട്ടവരെ, ഇത് ദൈവം നമുക്ക് സമ്മാനിക്കുന്നതാണ്. നാട്ടുകാരും വീട്ടുകാരും അല്ല, ഇന്നു വരെയുള്ള നിൻ്റെ അനുഭവങ്ങളല്ല, മറിച്ച് ദൈവം സമ്മാനിക്കുകയാണ്. ഏതാണ്? പുതിയത്, പുതിയ ആകാശം, പുതിയ ഭൂമി. 21-ാം അധ്യായം വെളിപാട് പുസ്തകം, ബുക്ക് ഓഫ് റെവലേഷൻ, ചാപ്റ്റർ 21, അതിൻ്റെ 4-ാം തിരുവചനം, ചാപ്റ്റർ 21 വേഴ്സ് 4, അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്നും കണ്ണുനീർ തുടച്ചു നീക്കും. ഇനി മരണമുണ്ടായിരിക്കയില്ല, ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല. പഴയതെല്ലാം കടന്നുപോയി, പഴയതെല്ലാം കടന്നുപോയി. എന്താ ഇതിൻ്റെ അർത്ഥം? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമ്മളെ പുതുക്കിപ്പണിയാൻ ആഗ്രഹിക്കുന്നു, പുതുക്കിപ്പണിയാൻ ആഗ്രഹിക്കുന്നു. ഒരു പക്ഷേ ഇത് കേട്ടോണ്ടിരിക്കുന്ന ചിലർ ചിന്തിക്കും, ഓ ഇനി എന്നാ പുതുക്കിപ്പണിയാനാ, എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെയായി, ഇനി എങ്ങനെയെങ്കിലും ശാന്തമായിട്ട് ജീവിച്ചാൽ മതി. പോരെന്നേ. എത്ര പ്രായമുള്ള വ്യക്തിയാണെങ്കിലും, എത്ര കിടപ്പ് രോഗിയാണെങ്കിലും, ജീവിതത്തിൽ എത്ര പ്രതീക്ഷയറ്റ വ്യക്തിയാണെങ്കിലും മനസ്സിലൊരു കാര്യം ഉറപ്പിക്കുക, ദൈവത്തിന് അസാധ്യമായിട്ട് വല്ലതും ഉണ്ടോ? വചനം അതല്ല നമ്മളെ പഠിപ്പിക്കുന്നത്. എന്താ പഠിപ്പിക്കുന്നത്? വചനം പഠിപ്പിക്കുന്നത്, ഞാൻ വിജനദേശത്തൊരു പാതയും മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കും.
എന്തല്ല വചനത്തിൻ്റെ ശക്തി? വചനം പഠിപ്പിക്കുക, ഞാൻ വിജനദേശത്ത് നിനക്ക് വേണ്ടി പാതയുണ്ടാക്കും. വിജനദേശത്ത് ഒരു വഴി ഉണ്ടാകാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? ഒരു സാധ്യതയില്ല. മരുഭൂമിയിൽ നദി, അല്ലേ കേമായി അല്ലേ, മരുഭൂമിയിൽ നദി ഉണ്ടാകുമോ? വചനം പഠിപ്പിക്കുന്നു ഉണ്ടാകും. ഇത് വെറുതെ എഴുതി വച്ചിരിക്കുന്നതല്ല. ഇസ്രായേൽ ജനതയുടെ ജീവിതത്തിൽ അനുഭവിച്ച സത്യം ശ്രദ്ധിച്ചില്ലേ? പഴയ നിയമ പുസ്തകത്തിൽ വായിച്ചു പോകുമ്പോൾ ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ പോവുക. ഭക്ഷിക്കാനൊന്നുമില്ല, കുടിക്കാൻ വെള്ളമില്ല. എവിടുന്ന് കിട്ടി? ആകാശത്ത് ദൈവം കൊടുത്തില്ലേ? മന്നായും കാടപ്പക്ഷിയും കൊടുത്തില്ലേ? അവർക്ക് ദാഹിച്ചപ്പോൾ ഇതാ ജലം അല്ലേ? മോശ എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്ന വിശ്വാസത്തിൻ്റെ ദണ്ട് കൊണ്ട് ആ പാറക്കിട്ടടിച്ചപ്പോൾ മരുഭൂമിയിൽ നദികളുണ്ടായി. ചെങ്കടലിൻ്റെ മുമ്പിൽ കരം വീശി പ്രാർത്ഥിച്ചപ്പോൾ കടൽ രണ്ടായി മാറി. അസാധ്യമെന്ന് മനുഷ്യൻ വിചാരിക്കുന്ന കാര്യം പക്ഷേ ദൈവത്തിന് സാധ്യമാണ്. നീ വിശ്വസിക്കൂ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അനുദിന ജീവിതത്തിൽ സ്വീകരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, വിശ്വാസത്തിലെടുക്കേണ്ട കാര്യം നമ്മുടെ ബുദ്ധി പറയുന്നതല്ല കേട്ടോ, ബുദ്ധി പറയുന്നതല്ല. ഹബക്കൂക്കിൻ്റെ പ്രവചനം 1-ാം അധ്യായം 5-ാം വചനം പറഞ്ഞില്ലേ, ഇതാ പറഞ്ഞാൽ വിശ്വസിക്കാനാകാത്തൊരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു. എന്താ അതിൻ്റെ അർത്ഥം? എപ്പോഴാണോ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നത് ആ സമയം നിൻ്റെ ജീവിതത്തിലെ അത്ഭുതത്തിൻ്റെ അടയാളങ്ങളുടെ സമയമാണ്. ദൈവം നിന്നിൽ പ്രവർത്തിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ദാ ഈ കാലഘട്ടം അതിനു വേണ്ടിയിട്ടുള്ളതാണ്. വലിയ ഭാരം അനേകരുടെ ഉള്ളിലുണ്ട്, സത്യമാണ്. ഈ ഭാരത്തെ നോക്കിക്കൊണ്ടിരുന്നാൽ അതിന് സമയമുള്ളൂ. ഭാരത്തെ നോക്കിക്കൊണ്ടിരിക്കണ്ട, മറിച്ച് സർവശക്തനായ ദൈവത്തിൽ വിശ്വസിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക. അതിനാണ് ദൈവം ഓരോ പ്രഭാതവും നമുക്ക് വെച്ച് നീട്ടുന്നത്. പ്രശ്നത്തെ നോക്കിക്കൊണ്ടിരുന്നാൽ അതിനേ സമയമുള്ളൂ, അതിനേ സമയമുള്ളൂ. പ്രിയപ്പെട്ടവരെ, പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു തിരുവചന ഭാഗമുണ്ട്. അത് പഠിപ്പിക്കുന്നത് അത് ലോത്തിനെക്കുറിച്ചാണ്. സോദോം ഗൊമോറയുടെ നാശത്തെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവം കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതായത് ഒരു കാര്യം നീ ചെയ്യണമെന്നാണ് പറയണത്. എന്താ ചെയ്യേണ്ടത്? നീ പുറകോട്ട് നോക്കാതെ മുമ്പോട്ട് നോക്കി ഓടിക്കൊള്ളാൻ പറഞ്ഞു. നീ പുറകോട്ട് നോക്കരുത്. എന്ത് ചെയ്യണം? മുമ്പോട്ട് നോക്കി ഓടിക്കൊള്ളാൻ പറഞ്ഞു. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 25-26. ആ പട്ടണങ്ങളെയും താഴ്വരകളെയും അവയിലെ നിവാസികളെയും സസ്യലതാദികളെയും അവിടുന്ന് നാമാവശേഷമാക്കി. ലോത്തിൻ്റെ ഭാര്യ അവൻ്റെ പുറകെ വരികയായിരുന്നു. അവൾ പിന്തിരിഞ്ഞു നോക്കിയത് കൊണ്ട് ഒരു ഉപ്പുതൂണായി തീർന്നു. അവൾ പിന്തിരിഞ്ഞു നോക്കിയത് കൊണ്ട് അവൾ ഒരു ഉപ്പുതൂണായി തീർന്നു. എന്താ ഇതിൻ്റെ അർത്ഥം? പുറകോട്ട് തിരിഞ്ഞു നോക്കിക്കൊണ്ട് ജീവിതത്തെ നോക്കിക്കൊണ്ടിരുന്നാൽ ഒരു ഉപ്പുതൂണായി മാറുമെന്നാണ് പറയണേ. പുറകോട്ട് തിരിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കണ്ട, മുമ്പോട്ട് നോക്കൂ. പ്രത്യാശ ദൈവം ഒരുക്കുന്നു. ആരും സഹായിക്കാനില്ലായിരിക്കാം, എന്നാൽ ദൈവം നിന്നെ ഉപേക്ഷിച്ചിട്ടില്ല. ആരും നിന്നെ സ്നേഹിക്കാനില്ലായിരിക്കാം, പക്ഷേ ദൈവസ്നേഹം നിന്നെ ഉപേക്ഷിച്ചിട്ടില്ല. നിൻ്റെ ജീവിതത്തിൽ നീ വലിയ സാമ്പത്തിക പ്രതിസന്ധിയുടെ നടുവിലാവും. സകല സമ്പത്തിൻ്റെ ഉടയവനായ ദൈവം നിന്നെ ഉപേക്ഷിച്ചിട്ടില്ല. പ്രിയപ്പെട്ടവരെ, വിശ്വസിക്കുക. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 43-ാം അധ്യായം 18-19 തിരുവചനം. നിങ്ങൾ പഴയ കാര്യങ്ങളെ ഓർക്കണ്ട, പരിഗണിക്കണ്ട, മറിച്ച് ഇതാ ഒരു പുതിയ കാര്യം ചെയ്യുന്നു. ഒരു പുതിയ കാര്യം, അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ? വിജനദേശത്തൊരു പാത, മരുഭൂമിയിൽ നദികൾ. പ്രിയപ്പെട്ടവരെ, മനുഷ്യബുദ്ധിക്ക് അഗ്രാഹ്യമായ കാര്യങ്ങൾ ദൈവം ചെയ്യുന്നു. ഈ ദൈവം ചെയ്യുന്ന പ്രവൃത്തി സ്വീകരിക്കണമെങ്കിൽ പഴയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കണ്ട. ഉപ്പുതൂണായി തീർന്ന സ്ത്രീ, ലോത്തിൻ്റെ ഭാര്യ, നമുക്കെന്നും ഒരു പാഠമാണ്. നഷ്ടം ഒത്തിരി ഉണ്ടായിട്ടുണ്ടാവും. ജീവനാണോ പ്രധാനപ്പെട്ടത്? കഴിഞ്ഞ കാലഘട്ടത്തിലെ സംഭവങ്ങളാണോ പ്രധാനപ്പെട്ടത്? ജീവനല്ലേ പ്രധാനപ്പെട്ടത്?
മുമ്പോട്ട് നോക്കി ഓടാം. നഷ്ടങ്ങളെക്കുറിച്ചും വ്യക്തികളെക്കുറിച്ചും സംഭവങ്ങളെക്കുറിച്ചും അസ്വസ്ഥപ്പെടേണ്ട. മുമ്പോട്ട് നോക്കി ഓടുക. നിനക്കൊരു ദൈവമുണ്ട്. നിന്നെ ഉപേക്ഷിക്കാത്തൊരു ദൈവമുണ്ട്. നിൻ്റെ ജീവിതത്തിൽ എത്ര ജീവിത ദുഃഖപൂർണമാണെങ്കിലും നിന്നെ രക്ഷിക്കുന്നൊരു ദൈവമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു അഭിഷേകം ഈ പുതുവത്സര ദിനങ്ങളിൽ പരിശുദ്ധാത്മാവ് നമുക്ക് സമ്മാനിക്കുകയാണ്. യെശയ്യാ പ്രവചനം 43-ാം അധ്യായം 18-19 തിരുവചനം. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നമ്മളോട് തന്നെ പറയണം, ഞാൻ കഴിഞ്ഞ കാര്യങ്ങൾ ഓർക്കില്ല, പരിഗണിക്കില്ല. എനിക്ക് വേണ്ടി എൻ്റെ ദൈവം ചില പുതിയ കാര്യങ്ങൾ ചെയ്യുന്നു. വിശ്വസിക്കുക. വിശ്വസിക്കുമ്പോൾ അസാധ്യമായ കാര്യങ്ങൾ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ഈ ഒരു കൃപ എല്ലാവർക്കും സ്വീകരിക്കാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സമൃദ്ധമായി ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.